2016 വരെ കേരളത്തിൽ മാറി മാറി അധികാരത്തിലിരുന്നൊരു പാർട്ടിയാണല്ലോ കോൺഗ്രസ്, അതടക്കമുള്ള UDF. അവർക്കെങ്ങനെ കേരളത്തോട് വിരോധം വന്നു? അവരും ഫലത്തിൽ BJPയുടെ നിലപാടാണല്ലോ സ്വീകരിച്ചത്. BJPയുടെ നിലപാട് കേരളത്തിനെതിരെ തിരിയുമ്പോൾ കേരളത്തിന് താല്പര്യത്തിൻ്റെ ഭാഗത്ത് നിന്ന് അരുത് എന്ന് പറയാൻ UDFനാവണ്ടേ? മഹാപ്രളയത്തിൻ്റെ കാലത്ത് പാർലമെന്റിലുണ്ടായിരുന്ന UDFന്റെ എംപിമാര് മഹാഭൂരിപക്ഷം കേന്ദ്ര ഗവൺമെന്റിനെതിരെ അരയക്ഷരം സംസാരിച്ചില്ല. അഥവാ സംസാരിച്ചെങ്കിൽ അത് കേരളത്തിനെതിരെ. ഓർമ്മയില്ലേ ഒരു ഘട്ടം? നമ്മുടെ കയ്യിൽ കാശില്ല, കാശ് വേണം, എല്ലാ മാർഗവും നോക്കുന്നു. സർക്കാർ ജീവനക്കാരോട് പറഞ്ഞു, ശമ്പളത്തിലെ ചില ദിവസങ്ങളിലെ ശമ്പളം സർക്കാരിന് തരണം, താങ്ങാവുന്നത് മാത്രമേ പറഞ്ഞുള്ളൂ. സംഭാവനയല്ല, കടമായി തരണം. ജീവനക്കാർ സന്തോഷപൂർവ്വം സ്വീകരിച്ചു. അപ്പോ കോൺഗ്രസ് നേതൃത്വം, UDF നേതൃത്വം ഇടപെടുന്നു, കൊടുക്കാൻ പാടില്ല. എന്താ? അതിനെതിരെ കേസിന് പോയില്ലേ? കേരളം തകരട്ടെ എന്ന് ചിന്തിച്ച BJPയും ഇവിടെയുള്ള UDFും എന്ത് വ്യത്യാസം? ഒരേ മനോഭാവം, കേരളത്തിനെതിരെയുള്ള ഒരേ മനോഭാവം. നമ്മൾ ആലോചിച്ച് നോക്കണം, എവിടെയെങ്കിലും ഇങ്ങനൊരു അവസ്ഥ കാണുമോ? എല്ലാ സംസ്ഥാനങ്ങളും അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി ഒന്നിച്ചു നിൽക്കും. മറ്റഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ വേറെ, പക്ഷേ ഒന്നിച്ചു നിന്നുകൊണ്ട് ശബ്ദമുയർത്തും. നമുക്ക് മാത്രം അതിന് കഴിയുന്നില്ല. വളരെ സങ്കുചിതമായ മാനസിക നില. ഒരുപാട് ഘട്ടങ്ങൾ വന്നു, വിശദമായി ഞാനിപ്പോൾ പോകാതിരിക്കുകയാണ്. കേന്ദ്രത്തിനെതിരെ യോജിച്ച പ്രക്ഷോഭം തയ്യാറല്ല, ഞങ്ങളില്ല. അപ്പൊ ആരുടെ കൂടെ? അതെവിടം വരെ എത്തിയെന്ന് നോക്കണം. കഴിഞ്ഞ 12-ാം തീയതി അഖിലേന്ത്യാ പണിമുടക്ക് കേരളത്തിന് പുറത്ത് എല്ലാവരും ഒന്നിച്ച് കേരളത്തിലെ UDF രാഷ്ട്രീയ തീരുമാനമെടുക്കുന്നു. INTUC അടക്കമുള്ള അവരുടെ സംഘടനകൾ യോജിക്കാൻ പാടില്ല. ആർക്ക് സഹായം? യോജിച്ച പ്രക്ഷോഭത്തിൽ നിന്ന് പിൻവാങ്ങാനുള്ള കാരണമെന്ത്? അതുകൊണ്ട് LDFും UDFും തമ്മിലുള്ള വ്യത്യാസം ഇല്ലാതാകുമോ? BJPക്കെതിരെയുള്ള യോജിച്ച പ്രക്ഷോഭത്തിന് കേരളത്തിൽ ഇടം കൊടുത്തുകൂടാ എന്ന് ചിന്തിക്കാൻ എന്തേ കാരണം? ഇതെല്ലാം നമ്മുടെ അനുഭവമാണ്. എന്നാൽ ഈ ദുരനുഭവങ്ങളെല്ലാം ഉണ്ടായെങ്കിലും നമ്മൾ നല്ല രീതിയിൽ തന്നെ അതിജീവിച്ചു വന്നു. നമ്മുടെ അതിജീവനം രാജ്യത്തെയും ലോകത്തെയും അത്ഭുതപ്പെടുത്തി. എങ്ങനെ ഈ നാടിന് ഇത്ര കണ്ട് അതിജീവനം നടത്താനായി? എന്താ അതിന് കാരണം? ജനങ്ങളും നാടും ഒന്നിച്ചു നിന്നു എന്നുള്ളതാണ്. ഒരുമയും ഐക്യവും, നാടിൻ്റെ ഐക്യവും ജനങ്ങളുടെ ഒരുമയും, അതാണ് ഇത്തരത്തിൽ അതിജീവനം നടത്താൻ നമുക്ക് കഴിഞ്ഞത്.